മഴക്കെടുതിയിൽ കുട്ടനാട്ടിലെ സ്ഥിതികൾ പറയാൻ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് കുട്ടനാട് എംഎൽഎ റജി ചെറിയാൻ. പ്രളയ സമയത്ത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആനയിച്ചുകൊണ്ട് നടക്കാനാകില്ലെന്നും റോഡിലൂടെയും വെള്ളത്തിലൂടെയും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം താൻ ചെയ്യുന്നുണ്ടെന്നും റജി ചെറിയാൻ. ഇത്രയും പ്രശ്നമുണ്ടായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായ മണ്ഡലം കുട്ടനാടാണ്. പക്ഷേ അവിടേക്ക് ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും കാണുന്നില്ലല്ലോ. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറ്റു പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഈ കുട്ടനാടിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണോ? അത് എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ വിഷയം? അങ്ങനെ ആയിരിക്കില്ല, എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പം ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം റവന്യൂ മന്ത്രിയെ വിളിച്ചു, കിട്ടിയില്ല. മുഖ്യമന്ത്രിയും രാവിലെ പുള്ളിയുടെ നമ്പറിൽ ഞാൻ വിളിച്ചു, കിട്ടിയിട്ടില്ല. കാരണം പറയാൻ ഇങ്ങനെ, കാരണം നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിൽ വീടുകളെല്ലാം ഒരു വീടുമില്ല വെള്ളം കയറാത്ത. കാരണം എല്ലാവരും, കാരണം കുട്ടനാട് നമ്മൾ ഇന്ത്യൻ നമ്മുടെ ക്യാമ്പിൽ ആൾ കുറവായിരിക്കും. പക്ഷേ കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളിന്നലെ ലോറിയിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അതേ കൂട്ട് വെള്ളം പൊങ്ങുന്ന കാണുമ്പോഴേ അവർ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. നമ്മൾ കഷ്ടപ്പെടാൻ വളരെ വലിയൊരു കഷ്ടപ്പാടാണ്. ഷാജാൻ കൂടി ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ഷാജി, ഒരു ദുരന്ത മുഖത്ത് നിന്ന് സഹായം തേടി വിളിക്കുന്ന ഒരു എംഎൽഎയുടെ കോള് പോലും അറ്റൻഡ് ചെയ്യാൻ ഈ നാട്ടിലെ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും സാധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഈ സ്ഥാനത്തിരിക്കുന്നതെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അതുതന്നെയാണ് കാര്യം. കുട്ടനാട് എംഎൽഎ അദ്ദേഹം കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഏതാണ്ട് 3-4 ദിവസമായിട്ട് മഴ പെയ്യുന്നു, വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തോട്ടപ്പള്ളിയിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നമ്മളിന്നലെ ഈ വാർത്ത കൊടുത്തതിന് ശേഷം ഇന്ന് കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് അവിടുത്തെ തടസ്സങ്ങൾ നീക്കാനുള്ളൊരു ശ്രമങ്ങൾ നടന്നു വരുന്നു. ഇതൊക്കെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ നടക്കുന്നില്ല. മുൻകാലങ്ങളിൽ ഇതെങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. കാര്യം മുൻ എംഎൽഎ സലാം അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സലാമിനോട് തന്നെ നമുക്ക് ഈ കാര്യം ചോദിക്കാം. ഇത് സാധാരണഗതിയിൽ നമ്മളിപ്പം കുറച്ച് കഴിഞ്ഞ 5 വർഷം എങ്ങനെയായിരുന്നു ഇതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടന്നിരുന്നത്, എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഏതാണ്ട് 300 മീറ്റർ പൊഴി ഓപ്പൺ ചെയ്ത് ഇപ്പോഴേതാണ്ട് കഷ്ടിച്ച് 100 മീറ്റർ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ. സാധാരണ എപ്പോഴും കാലവർഷം ഉണ്ടാകുന്നതാണ്. ഗവൺമെൻറ് ജില്ലാ ഭരണകൂടം എപ്പോഴും ചെയ്യുന്നത് കാലേ കൂട്ടി ഇതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യും. മെയ് മാസം തന്നെ തോട്ടപ്പള്ളി പൊഴി മുറിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഗവൺമെൻറ് എപ്പോഴും ചെയ്യുന്നത്. ടെൻഡർ ചെയ്യും. ആ ടെൻഡർ എടുത്തിട്ട് അടിയന്തിരമായി മുറിക്കേണ്ടി വന്നാൽ അപ്പം തന്നെ പെട്ടെന്ന് മുറിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള എല്ലാ സന്നാഹവും ഒരുക്കും. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം, ഇപ്പോൾ ഓഗസ്റ്റ് മാസമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത്രയും ഒരു ലോങ് പീരീഡ് ഉണ്ടായിട്ടും കാലവർഷം വന്നതിന് ശേഷവും തോട്ടപ്പള്ളി പൊഴി മുറിച്ച് അത് മണ്ണ് നീക്കം ചെയ്യാൻ ആവശ്യമായ കാര്യം ഗവൺമെൻറ് ചെയ്തില്ല. 2018 പ്രളയത്തിന് ശേഷം ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു സയൻറ്റിഫിക്കായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ വീതിക്ക് അത്രയും 365 മീറ്റർ വീതിയുണ്ട്. 300 മീറ്ററെങ്കിലും തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഈ പൊടിയുടെ മുഖം അത് തുറക്കണമെന്ന് തീരുമാനിച്ചു, മണ്ണ് മാറ്റിയിട്ട്. അങ്ങനെ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം വരെയും അത്രയും വീതിയിൽ 300 മീറ്റർ വരെ പൊടിയുടെ ഈ പൊടിമുഖം അത് മുറിച്ചു മാറ്റി മണ്ണ് ആഴത്തിലും വീതിയിലും നീക്കം ചെയ്തു. അതിന് ഭാഗമായി നല്ലപോലെ വെള്ളം ഡിസ്ചാർജ് ചെയ്തു. സ്പിൽവേ ഉണ്ടാക്കിയത് കുട്ടനാട്ടിലെ കിഴക്കൻ വെള്ളം ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണിത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷനിങ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഈ 300 മീറ്റർ വീതിയിലേക്ക് മുറിച്ച സമയത്താണ്. ഈ പ്രാവശ്യം അതിനാവശ്യമായ യാതൊരു കാര്യവും ഗവൺമെൻറ് ഭാഗത്തുണ്ടായില്ല. ഇവിടെ എംഎൽഎമാരുണ്ട്, ചാർജുള്ള മന്ത്രിമാരുണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്. പക്ഷേ യാതൊന്നും ചെയ്തില്ല. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നോക്കിയാൽ കാണാം 300 അത്രയും വീതിയിൽ 100 മീറ്ററിൽ മേലെ മാത്രമേ ഇപ്പോൾ മുറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതുവഴി ഒഴുകിപ്പോകേണ്ട ജലത്തിൻ്റെ ഏതാണ്ട് 1/3 മാത്രമേ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇതാണ് കുട്ടനാട്ടിൽ ഇന്നത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം. വെള്ളം വന്നു, വെള്ളം ഒഴുകി മാറാതെ. ഇപ്പോൾ എല്ലാവരും പറയുന്നത് AC റോഡിലടക്കം വെള്ളം കയറി എന്നുള്ളൊരു പ്രചരണം നടക്കുന്നത്. പക്ഷേ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. തിരുവല്ല തകഴി റോഡൊക്കെ നിന്ന് നിലച്ചുപോയി. അതോടൊപ്പം തന്നെ തണ്ണീർമുക്കം വഴിയും വാഹന ഗതാഗതം പൂർണ്ണമായിട്ട് നിലച്ചത് ഇതാണ്. പക്ഷേ കോട്ടയം ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഏകമാർഗ്ഗം ഇപ്പോഴും AC റോഡ് തന്നെയാണ്. ഇതിനകത്ത് ഈ തട്ടാമുട്ടി രാഷ്ട്രീയ വർത്തമാനം ഇതിനകത്തൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ പറയാൻ പാടില്ല. ഇത് യഥാസമയം പൊഴി വീതിയിൽ മുറിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഈ വെള്ളം ഒഴുകി മാറാത്തത്. അതുകൊണ്ട് ഏത് റോഡായാലും കുട്ടനാട്ടിലെ വെള്ളം ഒഴുകിപ്പോയില്ലെങ്കിൽ ആ ജലനില സ്വാഭാവികമായിട്ട് ഉയരുമല്ലോ. അപ്പോൾ ഇതാണ് അടിസ്ഥാനമായ കാര്യം. അതിപ്പോഴും ഗവൺമെൻറ് ചെയ്തിട്ടില്ല. മറ്റൊന്ന്, വേസ്റ്റ് വന്ന് ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് രാത്രി JCB പാലത്തിന് മേലെ കൊണ്ടുവന്നിട്ട് താഴേക്ക് ബക്കറ്റ് കൊണ്ടിങ്ങനെ വാരുന്ന നില കണ്ടു. വെള്ളത്തിലിറങ്ങി വള്ളമിട്ട് ആളെ നിർത്തി ഈ വേസ്റ്റ് മുഴുവൻ നീക്കം ചെയ്യാൻ ആവശ്യമായ കാര്യം ഗവൺമെൻറ് ചെയ്യണം. ഇത് ആഴം കൂട്ടി മുറിച്ചിട്ടില്ല, വീതിയിൽ മുറിച്ചിട്ടില്ല, വേസ്റ്റ് മാറ്റാൻ യാതൊരു നടപടിയും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് സമയത്ത് ഈ കാര്യം ചെയ്യാതിരുന്ന സർക്കാർ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇന്നത്തെ ഈ വെള്ളപ്പൊക്കത്തിന് ദുരിതം. മഴ പെയ്തു, വെള്ളം വന്നു, പക്ഷേ വെള്ളം ഒഴുകി മാറുമായിരുന്നു.
ഒഴികെ മാറി ദുരിതം ഒഴിയാതെ പോയതിൻ്റെ കാരണം ഗവൺമെൻറ് സമയത്ത് ഈ കാര്യം ചെയ്യാത്തതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതുതന്നെയാണ് നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷക്കാലം അമ്പലപ്പുഴ MLA ആയിരുന്ന സലാമാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എങ്ങനെയായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം അവർ പ്രവർത്തിച്ചത്, അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അയൽ സംസ്ഥാനത്തുള്ള ജീവനക്കാരെയൊക്കെ ജോലിക്കാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് കുത്തിക്കളയുന്നത്. ഇത് ഒരു പക്ഷേ ഇതൊരു 2 ആഴ്ച മുമ്പ് ചെയ്തിരുന്നുവെങ്കിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ തോട്ടപ്പള്ളിയുടെ പൊഴിമുഖം നമുക്കിവിടെ നിന്ന് കാണാം. ഇതിൻ്റെ പകുതി പോലും ഇപ്പോൾ തുറന്നിട്ടില്ല. അതിൻ്റെ ബാക്കി പൂർണ്ണമായിട്ടും മണൽ മൂടി അടഞ്ഞു കിടക്കുകയാണ്. അതുകൂടെ തുറന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര വലിയൊരു പ്രശ്നം കുട്ടനാട്ടിൽ നേരിടേണ്ടി വരുമായിരുന്നില്ല. ഈ പോള മാറ്റാനും മണൽ മാറ്റാനും UDF സർക്കാരിന് ബുദ്ധി ഉദിച്ചിരിക്കുന്നത്. നേരത്തെ ഈ പണി ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും വെള്ളക്കെട്ട് കുട്ടനാട്ടിൽ ഉണ്ടാകുമായിരുന്നില്ല. അതല്ലേ ഈ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും മനു ഒന്ന് നോക്കിയാൽ ഇപ്പം തന്നെ അവരത് എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കി. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാസ്ത്രീയ വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ ഇത് നീക്കം ചെയ്യുന്നത്? ഇത് കാണുമ്പോൾ എനിക്ക് നമുക്ക് ഈ പാടവരമ്പത്തുണ്ടല്ലോ ഷാജി, ഈ പാടവരമ്പുണ്ടല്ലോ, പാടത്ത് വെള്ളം ചെറിയ പാടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ കൈകൊണ്ടും കോലുകൊണ്ടും ഒക്കെ ആ വെള്ളം കുത്തി തിരിച്ചു വിടാറുണ്ട്. അത്രമാത്രം ദയനീയമാണ് ഈ കാഴ്ച കണ്ടിട്ട്. ഒരു വലിയ പൊഴിയിൽ, അതായത് കുട്ടനാട്ടിലൂടെ മുഴുവൻ വരുന്ന വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടേണ്ട പൊഴിക്ക് അതിന്റെ തടസ്സം മാറ്റുന്നതാണ് കമ്പും കോലും ഉപയോഗിച്ച്. മനു, ചെറിയ ഒരു പൊഴിയെന്ന് നമുക്കല്ല, ഇത് ശരിക്കും പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ, ഇവിടുന്ന് 3 സ്ഥലത്തു നിന്നും വരുന്ന ഈ വലിയ ആറിൽ നിന്ന് ശക്തമായി ഒഴുകി വരുന്ന വെള്ളം ഇവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്, തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അത് നീക്കം ചെയ്യാനായിട്ട് ഇത്രയും ദിവസമായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ പടിഞ്ഞാട്ട് നോക്കിയാൽ കാണുന്നത് കടലാണ്. ഷാജി ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒന്ന് തുടരുക. ഏതായാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സർക്കാരിന് സമയമില്ല. പക്ഷേ സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ നിരീക്ഷിക്കാൻ ക്യാമറ വയ്ക്കാൻ സമയമുണ്ട് കേട്ടോ.